ഇപ്പൊ ഇവിടെ മഞ്ഞുകാലം കൂടി ആയതുകൊണ്ടേ 8:30 ആവും വെളിച്ചം വരാനായിട്ട്. ഇനിയിപ്പോ സൂര്യൻ വന്നാലും ഒരുപാട് സമയത്തേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടാവുകയും ചെയ്യും. ഇപ്പൊ ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി, ആകാശത്തെ നമ്മുടെ സൂര്യൻ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ വെളിച്ചം ഉണ്ടായാലേ ടെമ്പറേച്ചർ 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. റോട്ടില് ആരോ മാർക്ക് കണ്ടോ? അത് എന്തിട്ടാണെന്നറിയാമോ? ഷെവറൻസ് എന്നാണ് അതിന്റെ പേര്. ടയർ അതുമ മുട്ടാതെ പോകണം, അതായത് വണ്ടി അതിനെ കവച്ച് വെച്ച് പോകണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ സോമർസെറ്റ് എന്ന് പറഞ്ഞൊരു കൗണ്ടി കൂടെയാണ്. നമ്മളിപ്പോൾ ഈ പോണതിന്റെ ഏകദേശം അടുത്തായിട്ടേ ബാത്തുനിന്ന് വേറെയുള്ളൊരു സ്ഥലമുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണിത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടെ ഈ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചൂട് നീരുറവുകളില്ലേ, അത് നമ്മുടെ കുളുവിലുള്ള മണികരണൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ പണ്ട് റോമാക്കാർ ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്തെ ഈ ബാത്തിലുള്ള ഹോട്ട് സ്പ്രിങ്സിനോട് ചേർന്ന് അവരുടെ ഒരു ആരാധനാലയവും അതിനോട് ചേർന്ന് ഹോട്ട് ബാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തായിരുന്നു. ഇപ്പോൾ അത് ടൂറിസ്റ്റുകളുടെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനും കൂടിയാണ്. നമ്മളിപ്പോൾ ഏതായാലും ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ ഈ പരിസരത്തൊക്കെ തന്നെയാണത്. അതുകൊണ്ടൊന്ന് പറഞ്ഞു വിട്ടെന്നുള്ളൂ. എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണത്. ഈ പറഞ്ഞ നേരം കൊണ്ടേ നമ്മളിപ്പോൾ ബ്രിസ്റ്റോൾ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണ്ടോ, ബ്രിസ്റ്റോളിൽ വെച്ചിട്ട് M4 M5 തിരിയുന്നു. ആ M5 കൂടെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇനി എക്സെറ്റർ അങ്ങനെ തന്നെയാണെന്തോ, അവിടം വരെ ഈ M5 തന്നെയാണ്. ഈ M4 M5 M3 എന്നൊക്കെ പറയുമ്പോഴേ കുറച്ച് പേരെങ്കിലും BMW കാറുകളെ പറ്റി ആയിരിക്കും ആലോചിക്കുക. ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന കേട്ടോ. ഇപ്പൊ ഒരു അടിപൊളി സ്ഥലത്തെത്തിന് കേട്ടോ. നിങ്ങളാ താഴോട്ടൊക്കെ നോക്കി, എന്ത് ഭംഗിയാ നോക്കി കാണാൻ അല്ലേ. ഉള്ളത് പറഞ്ഞാൽ ഈ സമയത്ത് ഇത്രയും ഭംഗിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം ഈ മഞ്ഞുകാലമാണല്ലോ, മരങ്ങളിലൊന്നും ഇല ഉണ്ടാവൂല. അങ്ങനെ മൊത്തത്തിലൊരു പച്ചപ്പില്ലായ്മയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. മരങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ പുൽമേടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോഴേ. അതിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ജാക്കറ്റ് ഇട്ട കുതിരകളെയും പിന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ചെമ്മരിയാടുകളെയും കാണുന്നുണ്ട് കേട്ടോ. ദൂരേന്ന് നോക്കുമ്പോൾ ആ ചെമ്മരിയാടുകൾ നിൽക്കണേ ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കുന്ന സമയത്തെ തെനയൊക്കെ മുളപ്പിച്ചിട്ട് കണ്ടുണ്ടാക്കുവേ. എന്നിട്ട് അതില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആടുകളെ കൊണ്ടുവയ്ക്കും. അതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള വരുന്ന സമയത്ത് ചെടികൾക്ക് ഒരു പ്രത്യേക പച്ചയല്ലേ, അതിനിടയ്ക്ക് ഈ വെളുത്ത ആടുകൾ അങ്ങനെ നിൽക്കണ കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സീനാണ് എനിക്ക് ഇവിടെ ഈ പുൽമേട്ടിൽ ഈ ചെമ്മരിയാട് നിൽക്കുമ്പോൾ ഓർമ്മയാണ്. എവിടെയെങ്കിലും നിർത്തി വിശദമായിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ടെസ്കോയുടെ ട്രക്ക് കൊണ്ടുണ്ടോ, എന്താ അവൻ്റെ ഒരു ഗാംഭീര്യം അല്ലേ. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ. UK ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിലൊന്നാണ് ടെസ്കോ. ഈ രാജ്യത്ത് എങ്ക പാത്താലും ടെസ്കോ ഇருக்கு. ഇപ്പോൾ ഒരു 2.5 മണിക്കൂറിന് മേളിലായിട്ട് നമ്മൾ ഈ ഡ്രൈവ് തുടങ്ങിയിട്ടേ ഇവിടെ കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ നിർത്തിയതാ. നല്ല വെയിലും ഉണ്ട് ഇവിടെ. എന്നാ പിന്നെ ഒന്ന് വെയിൽ കൊണ്ട് ചൂടായേക്കാന്ന് കരുതി പുറത്തിറങ്ങിയപ്പോൾ തണുത്തിട്ടും അല്ലേ. വെയിൽ മാത്രമേ ഉള്ളൂ, നല്ല തണുപ്പാ. അങ്ങ് ദൂരെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്മരിയാടുകളില്ലേ, അതിന്റെ ഒരു കൂട്ടാണ് ആ പോണേ. തണുത്ത കാറ്റടിച്ച് കൈ വരയ്ക്കണോണ്ടേ വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ കയറാൻ പോവാ. എനിക്ക് തണുത്തിട്ട് വെള്ളമുള്ളത്. ഏലക്കായൊക്കെ ഇട്ട് കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കിണ്ടായി. 2-3 ബിസ്ക്കറ്റും ഉണ്ട്. ആ ചായയിൽ അതും മുക്കി തിന്ന് ആ കട്ടൻ കാപ്പിയും ചൂടോടുകൂടി അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് പിന്നെ പറയണ്ടല്ലോ, ഉഷാറാവും. പകുതിയിലധികം ദൂരം നമ്മൾ പോടി കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടേ നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്യാണ്. കാരണം ഉച്ചയ്ക്ക് മുന്നെങ്കിൽ അവിടെ എത്തണേ. അവിടെ കുറച്ച് സമയം വെയിലുള്ളൂ. എപ്പോൾ വേണമെങ്കിലും മൂടിക്കെട്ടിൽ വരികയും ചെയ്യാം. വെട്ടം വെളിച്ചമുള്ള സമയത്ത് ചെന്നാലല്ലേ എന്തെങ്കിലും കാണാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, കാപ്പി കുടിച്ചപ്പോൾ നല്ല ഉഷാറായിട്ടോ. ഉള്ളത് പറഞ്ഞാൽ ഈ ഫ്ലാസ്കിൽ കാപ്പി കൊണ്ടുവന്നതിന് ഞാൻ ആദ്യം മടിച്ചതാ. പോണ വഴിക്ക് ഏതെങ്കിലും സർവീസ് പോയിന്റിൽ നിർത്തിയിട്ടേ കോസ്റ്റ കോഫിയിലോ സ്റ്റാർബക്സിലോ എവിടെയെങ്കിലും കയറിയിട്ട് ചൂടായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഏലക്കയിട്ട കാപ്പിയുടെ അത്രയും രുചിയൊന്നും അതിനൊന്നും ഇല്ലെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ഇതേ റോഡിന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കി, അവിടുന്ന് ട്രെയിൻ തന്നെ ഉണ്ടോ. എന്താ എൻ്റെ ഒരു പോക്കല്ലേ, ലണ്ടനിലേക്ക് പോകണമായിരിക്കുള്ളൂ. നിങ്ങൾ പിന്നെ ഈ റോഡിന്റെ സൈഡിൽ മതില് പോലെ കെട്ടിക്കണോ, അത് എന്തിനുള്ളതെന്ന് മനസ്സിലായോ? മാനുകൾ വട്ടം ചാടും സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ടേ അവിടെ ബോർഡ് കണ്ടായിരുന്നേ. അത് നിങ്ങൾ വട്ടം ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയായിരിക്കാം. അതെ, വീണ്ടും വലത്തോട്ട് നോക്കി, ആ പറമ്പിൽ ആടുകൾ വെക്കണുണ്ടോ, ചെമ്മരിയാടുകൾ. ഇപ്പോഴെങ്കിലും ഒരു കൂട്ടത്തിനെ കണ്ടത് നന്നായി. കാരണം ഞാൻ നേരത്തെ പറയുകയും ചെയ്ത് ഇതുവരെ ഒന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാനും പറ്റിയില്ല. ഇവിടെ ഒരു സ്റ്റേഡിയം കണ്ടിട്ടോ, ഏതോ ഫുട്ബോൾ സ്റ്റേഡിയം ആണ്, പക്ഷെ ഏത് ക്ലബിന്റെ ആണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല. ഈ റൈറ്റിൽ കൂടെ പോണ കാറ് കണ്ടോ, നമ്മുടെ BYD ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ വേറൊരു ചൈനീസ് ബ്രാൻഡാണ്, ജെയ്ക്കോ എന്നാ പേര്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പൊ ഇവിടെ കുറെ കാണുന്നുണ്ട്. അവിടുത്തെ വീടുകളൊക്കെ നോക്കി, അസംബ്ലിക്ക് നിരന്ന് നിൽക്കണ അറിയില്ലേ, എല്ലാം ഒരുപോലെ. നല്ല രസമായിരിക്കില്ല അവിടെയൊക്കെ താമസിക്കാൻ. ഇതാ മല മുഴുവൻ ഉണ്ട് കേട്ടോ, ഇപ്പുറത്തെ വശത്തേക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് A30 എക്സിറ്റ് എടുക്കണം. A380 നേരെ എന്നൊക്കെ പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് A380 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർബസ് A380 ആണ്. അടുത്ത തവണ നാട്ടിൽ പോകുമ്പോഴേ A380 ടിക്കറ്റ് എടുക്കാൻ ഞാൻ നോക്കണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പ്ലിമത്ത് നേരെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് പ്ലിമത്തൊക്കെ. കാര്യം സ്പെല്ലിംഗ് നോക്കി വായിക്കുകയാണെങ്കിൽ പ്ലിമൗത്ത് എന്നാണ് വായിക്കുക, പക്ഷെ പ്ലിമത്ത് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി പേരുകളുണ്ട് ഈ രാജ്യത്ത്. ബാർക്കിങ്, ബാത്ത്, സ്ലോ, റീഡിങ്, ഇതിനൊക്കെ അർത്ഥം ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ അല്ലേ. റോഡിന്റെ വീതി ചെറുതായി വന്നാണ്ടോ,
അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സ്ഥലത്തിനോട് അടുക്കാറായെന്നാണ്. എൻ്റെ അമ്മേ, താഴോട്ട് നോക്കി, ഒരു വലിയകാട്ട മല നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങാണ്. എന്നിട്ട് വേറൊരു മല അതുപോലെ തന്നെ നേരെ കയറാനുണ്ട്. മറ്റേ ഹെയർ പിന്ന് പരിപാടിയൊന്നുമില്ല, നേരെ ഇറങ്ങുക നേരെ കയറുക. പക്ഷെ നമ്മൾ അറിയണ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ. ദേ അടുത്ത മല ഇറങ്ങണം. താഴ്വാരമൊക്കെ നോക്കി, എന്നാ ഒരു പച്ചപ്പും ഹരിതാപേ അല്ലേ. ഞാൻ ആലോചിക്കണത് വിന്ററിൽ ഇത് കാണാൻ ഇത്ര ഭംഗിയുണ്ടെങ്കിൽ സമ്മറിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ്. നിങ്ങൾ ആ മേഘങ്ങളെ ശ്രദ്ധിച്ചാ? ക്യുമുലസ്, സിറസ്, സ്ട്രാറ്റസ്, പിന്നെ വേറെ ഏതാണ്ട് പറഞ്ഞോണ്ടിണ്ടല്ലോ, ക്യുമുലോ നിംബസ് എന്നാന്ന് തോന്നുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ ഓർക്കണം തന്നെ. ആ അതെ, അടുത്ത ആള്. ഈ പോണ വണ്ടി എന്താണെന്നറിയോ? കുതിരകളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. ആ വോൾവോയാണ് കുതിരവണ്ടി ടോ ചെയ്തുകൊണ്ട് പോണേ. നാട്ടിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ എയ്സിലും ദോസ്തിലൊക്കെ പശുവിനെയും കിടാവിനെയും ഒക്കെ കൊണ്ടുപോകാറില്ലേ, അത് തന്നെ പരിപാടി. നമ്മൾ ഈ പോണ ലാൻഡ്സെന്റ് ഇല്ലേ, ഇത് UK തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്യാമ്പിംഗ് സൈറ്റുകളിൽ ഒന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഈ വന്ന വഴിക്ക് ഇഷ്ടം പോലെ ക്യാമ്പർ വാനുകൾ പോണതും വന്നതും ഒക്കെ ആയിട്ട് കണ്ടായിരുന്നു. ഈ പറഞ്ഞ ലാൻഡ്സെന്റിൽ ക്യാമ്പിങ്ങിന് പോണവരുടെയും ക്യാമ്പിങ് കഴിഞ്ഞ് പോണവരുടെയൊക്കെ വണ്ടികളാണ്. ഇതൊരു ഓഫ് സീസൺ ആയിട്ടാണ് ഇത്രയും വണ്ടികൾ. അപ്പോൾ സീസൺ ആയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കാറ്റാടികൾ കുറേയും കണ്ടിട്ടോ ഇവിടെയൊക്കെ. അതിനർത്ഥം നമ്മൾ കടലിൻ്റെ അടുത്ത് എത്താറായിരുന്നു. പിന്നെ നല്ല കാറ്റുള്ള ഏരിയ ആണെന്നും കൂടിയാണ്. ഒന്നാമത് നല്ല തണുപ്പാണ്, ഒപ്പം നല്ല കാറ്റുണ്ട്. ഞാനാണെങ്കിൽ ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. അവിടെ ചെന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താവും എന്തോ. ഇപ്പം നമ്മൾ ഈ പോണ റോഡ് കണ്ടിട്ടേ കമ്പാരിറ്റീവ്ലി പുതിയ റോഡാണെന്ന് എനിക്ക് തോന്നണേ. വലിയ തിരക്കൊന്നുമില്ല, കണ്ടിട്ട് ചവിട്ടി വിടാൻ തോന്നുന്നുണ്ട്. പക്ഷേ എവിടേക്കാണ് ക്യാമറ ഇരിക്കണമെന്ന് അറിയാൻ പാടില്ല, അതാണ് പ്രശ്നം. ഏതായാലും മാക്സിമം സ്പീഡിൽ തന്നെ പോണേ, അതായത് 70 മൈൽ, 112 കിലോമീറ്റർ അടുത്ത് വരും. ഇനിയിപ്പോൾ ക്യാമറ ഉണ്ടായാലും ഇല്ലേലും നിയമം അനുസരിച്ച് തന്നെ വണ്ടി ഓടിക്കുക, നമ്മുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അവസാനം നമ്മളെ മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. ഏതാണ് ടൗൺ എന്നൊന്നും അറിയാൻ പാടില്ല. എന്തുട്ടായാലും വലിയ തിരക്കുള്ള ടൗൺ ഒന്നുമല്ല. ഒരുപാട് വീടുകളോ സ്ഥാപനങ്ങളോ ഒന്നും ഇവിടെ കാണണമെന്നില്ല. ഇത് വീണ്ടും കൗണ്ടി ഏരിയയിലേക്ക് കയറും കേട്ടോ. സൈഡിൽ സ്പീഡ് ലിമിറ്റ് മാറുന്നതിന്റെ ബോർഡ് കണ്ടോ? ഇപ്പോൾ 100 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. താഴെയായിട്ട് കടൽ കണ്ടോ? ഏതാണ്ടൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. വെൽക്കം ടു പെൻസാൻസ് എന്ന് പറഞ്ഞിട്ട് കല്ലും എഴുതി വെച്ചിട്ടുണ്ടോ. ഗൂഗിൾ തപ്പിയപ്പോൾ കണ്ടതേ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ഏരിയ ആണ് ഈ ഭാഗമൊക്കെ. ഏതായാലും നമ്മളിവിടെ ഇറങ്ങണമെന്നില്ല. ഈ ടൗണിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ദൂരെ ഒരു പള്ളി കാണുന്നുണ്ട്. നമ്മളേതായാലും വീണ്ടും മല കയറുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലണം, കാരണം ഇനിയിപ്പോൾ ഒരുപാട് സമയത്തേക്ക് ഇല്ല സൺലൈറ്റ്. ഒരു ഡിഫൻഡർ മല കയറിയാണുണ്ടോ, എന്നാ ഒരു ഭംഗിയാന്ന് നോക്കി. അതെ, ലാൻഡ്സെന്റ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടോ? അങ്ങനെ അവസാനം ഒരു ബോർഡ് കണ്ടു. വീണ്ടും മല ഇറങ്ങുകയാണ്. ഈ ഒരു സീൻ കണ്ടിട്ടേ നല്ല വേനക്കിന് റബ്ബർ തോട്ടത്തിന്റെ അടുക്കള പോയി കഴിഞ്ഞാലേ ഏതാണ്ട് ഇതുപോലെ ഇരിക്കുക. കൊമ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇലയൊന്നും ഉണ്ടാവില്ല. ശരിക്കും അതുപോലെ തന്നെ ഉണ്ടല്ലേ. ആ റൈറ്റ് സൈഡ് താഴോട്ട് നോക്കി, ഡിഫൻഡേഴ്സ് കൂട്ടിയിട്ടാണ് ഉണ്ടോ? 5-6 ഉണ്ട്, കൊടുക്കാനിട്ടേക്കണാണ്. എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ കൂടെ തന്നെ. ഇവിടെ അങ്ങനെ ഇഷ്ടം പോലെ ഡിഫൻഡേഴ്സ് കാണാൻ പറ്റും. ചിലത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. പക്ഷെ ചിലത് പുതിയ മോഡൽ ഡിഫൻഡേഴ്സിനെക്കാളും കണ്ടീഷനായിട്ട് പണിതിറക്കിയേക്കണമുണ്ട്. കണ്ടാൽ കൊതിയാവും നമുക്ക്. ഇവിടെ റൈറ്റ് സൈഡിലേ ഈ കയ്യാലട്ടിയാണ് ഓർമ്മ. അതിന്റെ അപ്പുറത്ത് ഇഷ്ടം പോലെ കുതിര നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ക്യാമറയുടെ ആംഗിളിൽ കിട്ടണില്ല. ഇപ്പോഴാണെങ്കിൽ മഞ്ഞുകാലമാണ്, ഡേ ലൈറ്റ് കുറവാണ്. പിന്നെ ഈ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ഹോളിഡേയ്സ് ഒക്കെയാണ് ഇപ്പോൾ. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയല്ല. കാഴ്ച കണ്ടു പോണ വണ്ടികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ആ അത് ശരി, ഇങ്ങോട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സെന്റ് എയർപോർട്ടാണ്. എയർപോർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ വിമാനങ്ങൾ വരുന്നൊന്നുമല്ല, സീനിക് ഫ്ലൈറ്റുകളില്ലേ, അതായത് ചെറിയ പ്രൊപ്പല്ലർ വിമാനങ്ങളില്ലേ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവരൊക്കെ എങ്ങനെയാണ് താമസിക്കണേ? സൂപ്പർ മാർക്കറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ അടുത്ത് ഞാൻ കണ്ടില്ല. ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമെങ്കിലേ എന്തോരം ദൂരെ പോയാലല്ലേ. പിന്നെ കുറെ വീടുകളൊക്കെ ഈ വെക്കേഷൻ ഹോമുകളൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും അവസാനത്തെ ടൗൺ. ഇവിടെയും കാണുന്നുണ്ട് ഒരു പള്ളിയൊക്കെ. അതേപോലെ വേറൊരു ഡിഫൻഡർ. ഇത് 3 ഡോർ കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഡിഫൻഡർ 90 ഫാസ്റ്റ് ഫാസ്റ്റിലൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് അവിടെ ആ കടയുടെ മേളൊരു ബോർഡ് കണ്ടോ, ലാസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്. അതെന്താ സംഭവന്നേ ഞാൻ അവിടെ ചെന്നിട്ടേ വിശദമായിട്ട് പറയാം. ആ അതെ, അങ്ങ് ദൂരെ കാണുന്ന വെള്ള കെട്ടിടങ്ങളുണ്ടോ, അവിടെയാണ് നമ്മുടെ ലാൻഡ്സെന്റ്. 1 വേ ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ വണ്ടികളെ ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഏതായാലും നമുക്ക് കയറി ചെല്ലാം. പാർക്കിംഗ് ഗ്രൗണ്ടിന് അടുത്തുള്ള മെഷീനിൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കണം. വേറെ എൻട്രൻസ് ഫീസ് ഉള്ളതായിട്ടൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ആവൂ, ഈ പറമ്പ് നിറച്ചും ഇല്ല, എന്നാലും പകുതി മുക്കാലും വണ്ടികളുണ്ട് കേട്ടോ. എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി. വേണ്ടോരും മനുഷ്യന്മാരുണ്ട് കേട്ടോ ഇവിടെ. അവിടുത്തെ ആ മെഷീനിൽ പാർക്കിംഗ് ഫീസ് അടച്ചിട്ടേ നമ്മൾ ഭാഗത്തോട്ട് കയറാൻ പോവാണ്. അവിടെ ചെറിയൊരു ക്യൂവും ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നേ. അവരുടെ ഇടയ്ക്കിടെ ക്യാമറയും കൊണ്ട് നടക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യായിരുന്നത്. 2 രീതിയിലാണ് ഇവിടെ പാർക്കിങ്ങിന് ചാർജ് ചെയ്യുന്നത്. രാവിലത്തേനും പിന്നെ ഒന്ന് ഉച്ച കഴിഞ്ഞത്തേക്ക്. ഉച്ച കഴിഞ്ഞുള്ള സ്ലോട്ടിലാണ് നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്തേക്കുന്നത്. 5.5 പൗണ്ടാണ് ഇപ്പോൾ പേ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ല, സീസൺ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ എൻട്രൻസ് ഫീസോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത് ഇവിടെ ഈ കൊടുത്തേക്കണ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാലേ ഇവിടുത്തെ സകലമായ ഡീറ്റെയിൽസും കിട്ടും. നമ്മളിപ്പോൾ എവിടെയാണ്, എന്തെല്ലാം കാഴ്ചകളിവിടെ കാണാനുണ്ട്, അങ്ങനെ സകലതും ഉണ്ട്. ഈ രാജ്യത്ത് മിക്കവാറും ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടാവും. ഭയങ്കര ഉപകാരമല്ലേ ഇതിനെ കൊണ്ട്. ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് സ്വയം കണ്ടുപിടിച്ച് പോവാം. നൈസ് ഒരു പണി കിട്ടി ഗൈസ്. ഇവിടെ വേണ്ട ഒരു കടകളൊക്കെ ഉണ്ട്.
ബാർ റെസ്റ്റോറന്റ്, ചിപ്സ്, ഐസ്ക്രീം, സുവനീർ, അങ്ങനെ കണകുണ കടകളെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ആ ബാർ റെസ്റ്റോറന്റ് മാത്രമാണ് തുറന്നിട്ടുള്ളൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിന്റർ ആയതുകൊണ്ട് എല്ലാം റിനോവേഷന് വേണ്ടിയിട്ട് അടച്ചേക്കാണ്. ഇനി സ്പ്രിംഗിൽ, അതായത് മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഞാനാണെങ്കിൽ വിശന്ന് പണ്ടാറടങ്ങിയാണ് ഇവിടെ എത്തിയേക്കണ തന്നെ. ഏതായാലും തുറന്നേക്കണ സ്ഥലത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ആ ബാർ റെസ്റ്റോറന്റ്. ഇനിയിപ്പോ ഏതായാലും ആ റെസ്റ്റോറന്റിലൊന്ന് കയറി നോക്കാം. എന്തുട്ടാ ഉള്ളതെന്നാക്കറിയാം. ഏതായാലും ഒന്ന് പോയി നോക്കാം. അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ. അതെ, ഇവിടുത്തെ ബോർഡിലേ ഇന്നത്തെ കാലാവസ്ഥയുടെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൂര്യോദയം, അസ്തമയം, കാറ്റിന്റെ സ്പീഡ്, അങ്ങനെ സകലമാന കാര്യങ്ങളുണ്ട്. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലേ ആദ്യം ഞാനൊരു ചായ പറഞ്ഞു. പിന്നെ ഇവിടെ എഴുതി ചെയ്യുന്ന ഐറ്റംസ് ഒന്നും എനിക്ക് മനസ്സിലാവണല്ലേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഇതേ രണ്ടാമത് കൊടുത്തേക്കണ ഐറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുട്ട് സാധനമായാലും തിന്നെ തന്നെ. ഭക്ഷണത്തിനിടയ്ക്ക് കണ്ടാട്ടോ ഈ വെല്ലുപ്പിനെ. അതിരിക്കണമെങ്കിൽ പാവത്തല്ലേ കണ്ടിട്ട്. 2 പട്ടികളൊക്കെ ആയിട്ട് ഭയങ്കരമായ ആലോചനയിലാണ്. ഇന്ത്യക്കാരുടെ ഒരു ഗ്രൂപ്പിനെയും കണ്ടിട്ടോ ഞാനിവിടെ. എന്നാലും എന്തൊരു ഇരിപ്പാണല്ലോ ഇരിക്കണേ. ഈ മനുഷ്യനെ പറയണ്ടായിരിക്കുമോ കേരളത്തിലുള്ള നമ്മളിപ്പോ ഈ മനുഷ്യനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ നോവലുകളിലൊക്കെ വായിച്ചൊരു സീനല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാറ്റുമുണ്ട്. ഈ കാറ്റും കൂടെ അടിച്ച് കഴിയുമ്പോൾ തണുപ്പിന്റെ ശക്തി അങ്ങോട്ട് ഡബിൾ ആവും. കയ്യിൽ ഗ്ലൗസ് ഇടാത്തതിന്റെ പ്രശ്നം വേറെ. ഏതായാലും പോണത്തോളം വരെ പോട്ടെ അല്ലേ. ഇവിടെ ഇട്ടാണെങ്കിൽ കസേരയും മേശയൊക്കെ കണ്ടിട്ടേ സമ്മറിൽ ഇഷ്ടം പോലെ ആൾക്കാരോട് വരാറുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇവിടെ നിന്നുള്ള ഈ വ്യൂ നോക്കി അറ്റ്ലാന്റിക് സമുദ്രമാണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത്. പണ്ട് ക്രിസ്റ്റഫർ കൊളംബസും മഗല്ലനൊക്കെ യാത്ര ചെയ്തതും നമ്മുടെ ടൈറ്റാനിക് മുങ്ങി കിടക്കുന്നതും എല്ലാം ഇതിലാണ്. നമ്മൾ മുന്നേ ഡോവറിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നേ. അതിന്റെ വീഡിയോ വലിയ താമസമില്ലാണ്ട് വരും കേട്ടോ. അവിടുത്തെ ക്ലിഫുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ റഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വൈറ്റ് ക്ലിഫ്സ് ആണെങ്കിൽ ഇവിടെ മൊത്തം പാറക്കല്ലുകളാണ്. നിങ്ങൾ മലയാറ്റൂർ മലയിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അവിടെ കാണുന്ന മല പോലെ തന്നെയല്ലേ. അതും പോട്ടെ, നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരി പോണ റൂട്ടില്ലേ, അത് തന്നെ അല്ലേ. മലയും അതിന്റെ ഉള്ളിൽ പാറക്കല്ലുകളും പുല്ലും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഒരു കന്യാകുമാരിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലത്തിന്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കേ, ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ തെക്കേയറ്റമാണ് കന്യാകുമാരി. UK മെയിൻലാൻഡിന്റെ ഒരു തെക്കേയറ്റം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഭാഗമാണിത്. കന്യാകുമാരിയിലെ കടലിൽ വിവേകാനന്ദ പാറ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു പാറ. പക്ഷെ ഇവിടുത്തെ പാറയിൽ ലൈറ്റ് ഹൗസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. മഴക്കാറും വെക്കണ്ടല്ലോ ഉള്ളേ. പിന്നെ യൂറോപ്പിലൊരു കാലാവസ്ഥയുടെ സ്വഭാവം അനുസരിച്ച് പെയ്യാൻ വഴിയില്ല, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കലുണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട അപ്പാപ്പനും പട്ടികളും കേട്ടോ. ഇത് ഏതിനം പട്ടിയാണെന്ന് മനസ്സിലായിരുന്നു കമന്റ് ചെയ്യണേ. ഈ സൈഡും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അവിടെ ഒരു ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ നേരെ താഴ്ത്തു നോക്കി, അവിടെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ടോ. അത് ഈ ലാൻഡ്സെന്റിന്റെ ഭാഗം തന്നെയാണ്. ക്രാഫ്റ്റ് വർക്കേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. പക്ഷെ അതും ഇന്ന് തുറന്നിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കാഴ്ചകളുണ്ട്. ദേ ഇത് കണ്ടോ. ഇന്ന് ഇവിടെ വന്നേക്കണല്ലേ ഭൂരിഭാഗം ആൾക്കാരും ഈ പരിസരത്തുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സൈൻ പോസ്റ്റ് ഉണ്ട്. അതാണ് സംഭവം. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈൻ പോസ്റ്റ് ആണ്. അതിന്റെ ചുവടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ കാണുന്ന ക്യൂ. പക്ഷെ ചുമ്മാ എടുത്തിട്ട് വരാൻ പറ്റില്ല, അത് പെയ്ഡാണ്. 10.99 പൗണ്ട്, അതായത് 11 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ ബുക്ക്ലെറ്റ് ആയിട്ട് നമുക്ക് തരുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ ക്യൂ നിൽക്കണേ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതല്ല. ഈ സൈൻ പോസ്റ്റിന്റെ റൈറ്റ് സൈഡിലേ നമ്മൾ പറയുന്ന കാര്യം അവർ ഡിസ്പ്ലേ ചെയ്ത് തരും. നമ്മുടെ തന്നെ പേരോ സ്ഥാപനത്തിന്റെ പേരോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് തരും. എന്നിട്ടാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഇപ്പൊ ആള് പേര് മാറ്റണുണ്ടോ. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ സൈൻ പോസ്റ്റിൽ കൊടുത്തേക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ. ഒന്ന് ന്യൂയോർക്ക്, അതറിയാലോ, അമേരിക്കയിലാണ്. അതിന്റെ താഴെയുള്ളത് ഐൽസ് ഓഫ് സില്ലിയാണ്. അത് UK തന്നെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപാണ്. ഇന്ത്യക്ക് ലക്ഷദ്വീപൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ. ഇനി ആ റൈറ്റ് സൈഡിൽ മേളിൽ കണ്ടോ ജോണോ ഗ്രോഡ്സ്, അതാണ് മെയിൻ. അതെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിന്റെ അങ്ങേയറ്റത്തുള്ള ഒരു ഗ്രാമമാണ്. ലാൻസെന്റ് എന്ന് പറഞ്ഞാൽ തെക്കേ അറ്റാന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ UK വടക്കേ അറ്റമാണ് ജോണോ ഗ്രോഡ്സ്. അവിടെയുണ്ട് ഇതേപോലെ തന്നെ ഒരു സൈൻ പോസ്റ്റ്. നമ്മൾ കന്യാകുമാരി ടു കാശ്മീർ ട്രിപ്പ് അടിക്കില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റൂട്ടാണ് ഈ ലാൻസെന്റ് ടു ജോണോ ഗ്രോഡ്സ്. ഇവിടെ കാണിച്ചേക്കുന്നത് പ്രകാരമാണെങ്കിൽ 874 മൈലാണ് ദൂരം. കിലോമീറ്ററിൽ നോക്കുമ്പോൾ 1400 ചില്ലാനും കിലോമീറ്റർ വരും. നമ്മൾ കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോണ ദൂരം അത്രേ ഉള്ളൂ. എപ്പോഴേലും പറ്റുകയാണെങ്കിലേ ജോണോ ഗ്രോഡ്സിനും കൂടി ഒന്ന് പോകണം. താഴേട്ടും കൂടി ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ, അവിടെ എന്താ ഉള്ളതെന്ന്. ഇവിടെയൊക്കെ കയറുകൊണ്ട് വെയിൽ കിട്ടിയാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്നാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിഫൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇടിയാം. ഇത് അവിടെയൊക്കെ കണ്ടോ. ആ പാറക്കല്ലുകളുടെയൊക്കെ ഷേപ്പ് നോക്കി പറക്കി പറക്കി വെച്ചേക്കണ അറിയില്ലേ. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടലിൽ നിന്നുള്ള കാറ്റും തിരമാലയൊക്കെ ഒന്ന് അടിച്ചടിച്ചായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ഷേപ്പിലേക്കൊക്കെ എത്തിയത്. ചെതൽപ്പുറ്റും ആരിയോ അങ്ങനെ എന്തൊക്കെയോ ഷേപ്പുകളല്ലേ. ഇപ്പൊ പോലും 24 കിലോമീറ്ററിലാണ് കാറ്റ് വീശണത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് അതൊന്നും പോരാ. കാരണം ലോകത്തിലേക്ക് തന്നെ ഏറ്റവും റഫസ്റ്റ് ആയിട്ടുള്ള ഓഷ്യനുകളിൽ ഒന്നാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രം. അതാണ് നമ്മുടെ മുന്നിൽ ഈ നീണ്ടു നിവർന്ന് കിടക്കണേ. താഴെ ഒരു ബിൽഡിംഗ് കണ്ടേ, അതും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മൊത്തം 100 ഏക്കറാണ് ഈ ലാൻസെന്റ് എന്ന് പറഞ്ഞ ഈ ടൂറിസ്റ്റ് ഏരിയ വരുന്നത്. ഈ ക്ലിഫിന്റെ സൈഡിൽ കൂടെയുള്ള വാക്കിംഗ് ട്രെയിൽസ് ആണ് കൂടുതൽ ഏരിയ വരുന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെന്റ് ഹൗസ് ഇൻ ഇംഗ്ലണ്ട്. ഇവിടെ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഹൗസ്. നേരത്തെ നമ്മൾ വരുന്ന വഴിക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇൻ ഇംഗ്ലണ്ട് കണ്ടില്ലായിരുന്നോ. ഇതെന്താ സംഭവം എന്നറിയോ. ഈ രാജ്യത്തിന്റെ ഒരു അറ്റമാണല്ലോ ഈ ഭാഗം. അപ്പോൾ ഇവിടെയുള്ള എന്ത് കാര്യവും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ആദ്യത്തെയായിരിക്കും. ഇതേ സാധനം തന്നെ ഇതിന്റെ മറ്റേ അറ്റം, അതായത് സ്കോട്ട്ലൻഡ്, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ അവസാനത്തെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ
കന്യാകുമാരി ബീച്ചിന്റെ അടുത്തൊരു പെട്ടിക്കട ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബീച്ചിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പെട്ടിക്കടയാണ്. ഇനി കാശ്മീരിൽ നിന്നാണ് നോക്കണമെങ്കിലോ ഇന്ത്യയിലെ അവസാനത്തെ പെട്ടിക്കട അത് തന്നെയാണ്. അത്രേ ഉള്ളൂ സംഭവം. സിമ്പിൾ ലോജിക്കാണ്. പക്ഷെ ഇവര് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. ക്ലിഫ് ഇടിച്ചിന്റെ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ ഇങ്ങോട്ട് നോക്കണം കേട്ടോ. എന്താ ഇവിടുത്തെ വരാൻ നോക്കി. ഗുഹയുണ്ടായിക്കണു. ബീച്ചാണെങ്കിൽ പാറമട പോലെ കിടക്കണം. ഇതേ അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ. അറ്റ്ലാന്റിക് ചില്ലറക്കാരില്ലെന്ന് മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് കയറി വന്നപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇതെന്താന്ന് മനസ്സിലായോ? ഷിപ്പിന്റെ ഒക്കെ ആങ്കർ അല്ലേ, അതായത് നങ്കൂരം. ആ സാധനമാണ്. ഇതേതായാലും കുറച്ച് പഴക്കമുള്ളതാണ്. ഇപ്പോഴത്തെ കപ്പലുകൾക്കൊക്കെ 10,000 മുതൽ 30,000 കിലോ വരെ വെയിറ്റ് ഉള്ള നങ്കൂരങ്ങൾ ഉണ്ടെന്നാ പറയണേ. വല്ലിക്കാട്ട് ആനേനെ ഒരു കുഞ്ഞു തോട്ടിയും കൊണ്ട് പിടിച്ചെടുത്തല്ലേ എന്നതുമാതിരി ഇത്രയും വലിയ കപ്പലിനെ ഈ ഒരു സാധനമാണ് നിർത്തണത്. പിന്നെ ഇത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. പക്ഷെ കുട്ടീനെ ഒന്നും കാണാനില്ല. ഒരാളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സീസൺ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ. ഇനി തിരിച്ച് കാറിൽ പോയി ഹീറ്റർ ഒന്ന് ഓണാക്കി ഇരിക്കട്ടെ, അല്ലെങ്കിൽ പണി പാളും. ഇപ്പൊ തന്നെ അറ്റ്ലാന്റിക്കിൽ നിന്നുള്ള കാറ്റടിച്ച് കൈ തണുത്ത് മരയിച്ചിരിക്കുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ വല്ല ഫ്രോസ്റ്റ് ബൈറ്റും വന്ന് ഞാൻ ചാവും. നങ്കൂരങ്ങൾ കുറെ ഇവിടെയും കിടക്കണം കേട്ടോ. ഓ എന്റെ ദൈവമേ, കാറിൽ കയറി ഒരു അരമണിക്കൂർ ഹീറ്റർ ഓൺ ആക്കിയിട്ടപ്പോ എന്തൊരു ആശ്വാസം എന്നറിയോ. സമയം ഒരു 3-3:15 ഇപ്പൊ പുറപ്പെട്ട് കഴിഞ്ഞാൽ 7 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീട്ടിലെത്താന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. അപ്പോ ലാൻസെന്റ് എന്ന യുകെയുടെ കന്യാകുമാരിക്ക് വിടാം. ഇനി ഇങ്ങോട്ട് വരുമോ ആവോ, ആർക്കറിയാം. എനിക്ക് തോന്നുന്നു സമ്മറിൽ വന്നായിരുന്നെങ്കിലേ കുറച്ചും കൂടെ ഉഷാറായതിനെ കാര്യങ്ങൾ അല്ലേ. കടകളെല്ലാം തുറന്ന് ആൾക്കാരുടെ തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഓബിയസ്ലി ക്ലൈമറ്റും നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇവിടെ ഈ കാണുന്ന പറമ്പിലൊക്കെ ക്യാമ്പർ വാഹനങ്ങൾ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ടെക് ട്രാവലീറ്റിലെ സുജിത്തേട്ടനല്ലേ, ആള് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും വലിയ തിരക്കില്ലാത്ത. വന്നത് ബ്രിസ്റ്റോൾ വഴിയാണെങ്കിലും പോണത് ആ വഴി കൂടെ അല്ല കേട്ടോ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൻഡോവർ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി പോകാനാണ് എൻ്റെ പ്ലാൻ. വീട്ടിൽ ചെല്ലാനുള്ള ദൂരത്തിലോ സമയത്തിലോ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം സെയിം തന്നെയാണ്. എന്നാൽ പിന്നെ ഈ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വഴി പോണത്. ഇത് ഇവിടെ ഉണ്ട് കേട്ടോ കാറ്റാടികൾ. ഇനിയിപ്പോൾ വലിയ താമസമില്ലാണ്ട് തന്നെ ഇരുട്ടാവും. ഞാൻ നേരെ വീട്ടിലേക്ക് ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം അല്ലേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം തന്നെ പൂണിയട്ടെ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും ലാൻസെന്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഫ്ലൈറ്റ് റിവ്യൂസും ലണ്ടനിലെ കാഴ്ചകളും പിന്നെ ഇതൊന്നും അല്ലാത്ത വേറെ ചില സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ ആയിട്ട് കുറച്ച് അടിപൊളി വീഡിയോസ് ഉടൻ തന്നെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിട്ടേക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.